റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകണ്ട്, മാ റഅയ്തു വലാ റആ മിന്നീ ശൈഅൻ ഖത്തു. ആയിഷ ബീവി പറയാൻ, മുത്തുനബിയുടെ ഔറത്ത് ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ എന്റെ ഔറത്ത് റസൂലുള്ളയും കണ്ടിട്ടില്ല. ആരാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ? ഒരന്യ സ്ത്രീയാണോ ഈ വിഷയം പറയുന്നത്? അല്ല അല്ല, ഹിയ ഹബീബത്തുഹു വസൗജത്തുഹു. റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടുകാരിയാണ്, സ്നേഹിതയാണ്, ഭാര്യയുമാണ്. അങ്ങനെ അടുപ്പം കാണിച്ച ആയിഷ ബീവി പറയാണ്, മാ റഅയ്തു വലാ റആ മിന്നീ ശൈഅൻ ഖത്തു. എല്ലാ ഔറത്ത് റസൂലുള്ള കണ്ടിട്ടില്ല, അതുപോലെ മുത്തുനബിയുടെ ഔറത്ത് ഞാനും കണ്ടിട്ടേ ഇല്ല. റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആളുകളിലൊക്കെ ഈ ഹയാ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അറിയില്ലേ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയ്യത്തിൽ ഊലാ വലാ തബറജന തബറജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഈ ആയത്തിന്റെ തഫ്സീറില് മഹാന്മാരായ ആളുകൾ മുഫസ്സിരീങ്ങൾ അതാ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. മഹദിയായ ബീവി സൗദ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയാണല്ലോ. ആ സൗദ ബീവി റളിയല്ലാഹു അൻഹ ഫർളായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഫർളായ ഹജ്ജ് ചെയ്യാൻ അത് വീട്ടിലിരുന്നാ നിർവഹിക്കാൻ കഴിയൂല, പോവലല്ലാതെ നിർവാഹമില്ലല്ലോ. അങ്ങനെ അതാ മഹദിയായ സൗദ ബീവി കഅബാലയത്തിന്റെ പരിസരത്ത് ചെല്ലുന്നു. അവിടുന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടിടത്ത് നിന്നെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കയറുന്നു. ഓ ഉമ്മമാരേ, ഗ്യാസിന്റെ സിലിണ്ടറുമായി വരുന്ന ഏജന്റില്ലേ, ആ ഏജന്റിന്റെ മുന്നിലേക്ക് ഗ്യാസിന്റെ ബുക്കുമായിട്ട് ഒരു ഹയാവുമില്ലാതെ അങ്ങ് ഇറങ്ങിച്ചെല്ലാറില്ലേ? അപ്പോഴും ഉമ്മാന്റെ കയ്യിലെ കൗണ്ടറുണ്ട്, അപ്പോഴും ഉമ്മ തസ്ബീഹിലാണ്. അതേ മീൻ കച്ചവടക്കാരൻ മീനുമായി വീട്ടിലൂടെ വരുമ്പോ പ്ലേറ്റുമായിട്ട് ഉമ്മാതാ ഇറങ്ങി അങ്ങ് ചെല്ലുകയാണ് അവരുടെ അടുക്കലേക്ക്. ഓ ഉമ്മമാരേ, കേൾക്കണേ, മഹദിയായ സൗദ ബീവി റളിയല്ലാഹു അൻഹ ഫർളായ ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങ് കയറിയതിന് ശേഷം അവിടുന്ന് അതാ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി എന്റെ മയ്യിത്തല്ലാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകൂല. സൗദ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് തീരുമാനിക്കാണ്, ഫർളായ ഹജ്ജ് കഴിഞ്ഞപ്പോ ഇനി എന്റെ മയ്യിത്തല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകൂല. ഒരന്യ പുരുഷൻ എന്നെ കാണൂല, എന്റെ ആകാര വലിപ്പങ്ങളൊന്നും മനസ്സിലാകുന്ന കോലത്തില് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ചരിത്രത്തിൽ കാണാം, പിന്നെ അവിടുത്തെ മയ്യത്തെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ടുള്ളൂ. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു ബീവി സൗദ റളിയല്ലാഹു അൻഹ. ഇതാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം പകർത്തിയ ഒരു ഉമ്മയുടെ വിശേഷം. റസൂലുള്ളാഹിന്റെ മകള് ഫാത്തിമ ബീവിയോ, സുബ്ഹാന ജല്ല ജലാലു, ഫാത്തിമ ബീവിയുടെ മയ്യിത്ത് കുളിപ്പിക്കുന്ന പന്തലിലേക്ക് ആയിഷ ബീവി കയറി ചെല്ലാൻ വേണ്ടിയിട്ട് ചെന്നു. മയ്യത്ത് കുളിപ്പിക്കുമല്ലോ സാധാരണ പന്തല്, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പന്തല്, ഇപ്പൊക്കെ റെഡിമെയ്ഡാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അന്തസ്സിൽ കുളിപ്പിക്കാനുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ആ പന്തലിലേക്ക് ആയിഷ ബീവി അങ്ങോട്ട് കയറാൻ ചെന്നപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, പറ്റൂല, കയറാൻ പറ്റൂല, ബ്ലോക്ക് ചെയ്തു ആയിഷ ബീവിനെ. ആയിഷ ബീവി ആരാ? ആയിഷ ബീവി ആരാ? ഫാത്തിമ ബീവിയുടെ ഉപ്പയായ റസൂലുള്ളാഹിന്റെ വേറൊരു ഭാര്യയാണ് ആയിഷ ബീവി, അല്ലേ? ആ ആയിഷ ബീവി
ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന പന്തലിലേക്ക് അന്യ പെണ്ണാണോ അന്യ പുരുഷനാണോ ഒന്നുമല്ല, അങ്ങോട്ട് കയറി ചെല്ലാൻ നോക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു കയറാൻ പറ്റൂല, ഇങ്ങോട്ട് കയറാൻ പറ്റൂല. അപ്പൊ ആയിഷ ബീവിക്ക് അത് വലിയ വിഷമായി പോയി. ആയിഷ ബീവി ചോദിച്ചു എന്തേ പറ്റാത്തത്? അപ്പൊ പറഞ്ഞു ഫാത്തിമ ബീവി മരണത്തിന്റെ മുമ്പ് വസിയ്യത്ത് ചെയ്തതാണ്, എന്നെ കുളിപ്പിക്കുന്ന പന്തലിൽ ഒരൊറ്റ പെണ്ണെ കയറാൻ പാടുള്ളൂ. കാരണം എന്റെ ഔറത്ത് വേറെ ഒരു പെണ്ണും കാണണ്ട, ഒരു പെണ്ണില്ലാതെ കുളിപ്പിക്കാൻ കഴിയൂലല്ലോ, ആ ഒരു പെണ്ണ് കയറിയാ മതി. ഉമ്മമാരെ, ഇവിടെയാ നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പഠിക്കേണ്ടത്. നബി തങ്ങളുടെ കുടുംബം മകൾ ഫാത്തിമ ബീവിക്ക് എവിടുന്ന ഇത്രയും വലിയ ഹയാ ബോധമുണ്ടായത്? പിതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കാന അശദ്ദന്നാസി ഹയാ, ഏറ്റവും കൂടുതൽ ഹയാ ഉള്ള നേതാവായിരുന്നു. കേറാൻ പാടില്ല, ഒരു പെണ്ണെ കേറാകൂന്ന് വസിയ്യത്താണ്. ആയിഷ ബീവിക്ക് വിഷമായി നേരെ ബാപ്പന്റെ അടുക്കൽ ചെന്നു. ആരാ പിതാവ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷ ബീവി. നേരെ ചെന്നു. അമീറുൽ മുഅ്മിനീനാണ് ആ സമയത്ത്. അഥവാ റസൂലുള്ള വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ വഫാത്ത്. അപ്പൊ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് നിങ്ങളാണ്, ഭരണാധികാരിയുമാണ്, വാപ്പയുമാണ്. ചെന്നിട്ട് പറഞ്ഞു എന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന പന്തലിലേക്ക് കയറ്റിയില്ല. എന്തേ കയറ്റാത്തത്? ഫാത്തിമയുടെ വസിയ്യത്തുണ്ട് എന്നാ പറയുന്നത്. എന്താ വസിയ്യത്ത്? കുളിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു പെണ്ണല്ലാതെ കയറാൻ പാടില്ല എന്ന് ഫാത്തിമ ബീവി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് പോലും. അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? എന്നാ ആയിഷ മോൾ അങ്ങോട്ട് കയറണ്ട, മോൾ അങ്ങോട്ട് കയറണ്ട, ഫാത്തിമ അങ്ങനെ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോള് അങ്ങോട്ട് കയറണ്ട കേട്ടോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെറിയൊരു മോഹന് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. മോൻ ചെറുതാണെങ്കിലും കൊടുക്കുന്ന സംഖ്യ അത് വലുതാവണം. റസൂലുള്ളാഹിന്റെ മജ്ലിസാണ്, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഫാത്തിമ ബീവിയോടുകൂടെ സ്വർഗം കിട്ടാനുള്ളൊരു കാരണമായി അള്ളാഹു ഇതൊക്കെ കബൂലാക്കി തരുമാറാവട്ടെ. അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ ആയിഷ ബീവിയോട് പറയാൻ, ഫാത്തിമ അങ്ങനെ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിഷ നിങ്ങൾ അങ്ങോട്ട് കയറണ്ട കേട്ടോ, കാരണം അത് ഫാത്തിമക്ക് ഇഷ്ടമാകൂല. ഇങ്ങനെ മരണത്തിന്റെ ശേഷവും എന്റെ ഔറത്ത് ഒരാൾ പോലും കാണരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോളാകുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിലിന് അക്കാലത്ത് മറയില്ലായിരുന്നു. ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ കഫം പുടവയിൽ പൊതിഞ്ഞു നിൽക്കുന്ന മയ്യത്തിന്റെ തടി എത്രയാണ് എന്ന് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഫാത്തിമ ബീവി മരണത്തിന് മുമ്പ്, വഫാത്തിന്റെ മുമ്പ് വസിയ്യത്ത് ചെയ്തു, എന്നെ തുറന്നിട്ട് കട്ടിലിൽ കൊണ്ടുപോകരുത്, എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലിന് മറ വേണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അതുമുതലാണ് മയ്യത്തിന് മയ്യത്ത് കട്ടിലിന് മുകളിൽ മൂടി വെക്കുന്ന സ്വഭാവം തുടങ്ങിയത്. ആലോചിച്ചു നോക്കൂ. മാത്രമല്ല ഫാത്തിമ ബീവിയുടെ മറ്റൊരു വസിയ്യത്താണ്, ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നത് പകലിലായാലും രാത്രിയിലായാലും എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് അത് രാത്രിയിലേ പാടുള്ളൂ കേട്ടോ. കാരണം മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തൊരു പെണ്ണെ പ്രവേശിക്കാവൂന്ന് വസിയ്യത്ത് ചെയ്തോ, കൊണ്ടുപോകുന്ന കട്ടിലിനെ മൂടി വേണോന്ന് വസിയ്യത്ത് ചെയ്തോ. അപ്പോഴൊന്നും അന്യപുരുഷന്മാരെ കാണൂല, ഉറപ്പ് തന്നെയാണ്. എന്നാലും അവസാനം ഖബറിലേക്ക് ഇറക്കി വെക്കുന്നൊരു ചെറിയ സമയമില്ലേ, ആ കട്ടിലിൽ നിന്ന് എടുത്തിട്ട് ആ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുമ്പോ
പകല് സമയമാണെങ്കിൽ എല്ലാ ശരീരത്തിൽ വണ്ണം എത്രയാണ്, വലിപ്പം എത്രയാണല്ലോ അന്യ ആളുകളെ കാണുമല്ലോ. അതുകൊണ്ട് എല്ലാ മയ്യത്ത് രാത്രിയിലെ മറവ് ചെയ്യാവോ? ഉമ്മമാരെ, ഫാത്തിമ ബീവി വസിയത്ത് ചെയ്യുന്നു. ഇനി നമ്മളൊന്ന് ആലോചിക്കാം, നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടോ ഇല്ലേ? ഇവിടൊക്കെ മീൻ ഇങ്ങനെ കൊണ്ടുവരുന്ന സ്വഭാവം ഉണ്ടോ? വീട്ടിലൂടെ ഉണ്ടല്ലേ? കൊണ്ടുപോകുന്ന ആൾ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇനി അയാളെ കുറിച്ചാ ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കണ്ട, എനിക്കാരും പരിചയമില്ല. മീനിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആരാ പുറത്തേക്ക് വരല്ലേ? ഉമ്മമാരാണ് അല്ലേ? ഉമ്മമാരാ പുറത്തേക്ക് വരല്ലേ? പ്ലേറ്റും ഉണ്ടാവും, ദിക്റുമുട്ടി കയ്യിലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇയാള് ആങ്ങളായി മാറിയിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഗ്യാസിന്റെ ഏജന്റ് നേരെ അടുക്കളയിലേക്കാ വരലെന്നെ. സുബ്ഹാനല്ലാഹ്. നേരെ അടുക്കളക്കാ വരല്. സിറ്റൗട്ടിലൊന്നും അയാൾക്ക് ഒരു സ്ഥലവും മംനുവല്ല, ഒരു സ്ഥലവും മംനുവല്ല. നേരെ എവിടേക്കും വരാ, അടുക്കളയിലേക്കാ വരിക. മുറ്റത്ത് കൊണ്ടുവച്ചാ താത്തറി അത് ഇങ്ങോട്ടങ്ങ് എടുത്തു വെച്ചോളിന്ന് അല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ മതിയാവൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ